സുഹൃത്തുക്കളെ, വയനാട് ദുരന്തമുണ്ടായില്ല. അതിന് തൊട്ട് പിന്നാലെ തന്നെ കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടലിലേക്ക് അപ്രതീക്ഷിതമായി കാര്യങ്ങൾ മാറിയിരിക്കുന്നു. വളരെ ഗുരുതരമായ ആരോപണങ്ങളാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ലോക്സഭയിൽ പറഞ്ഞത് എന്നുള്ളതാണ് ഏറ്റവും ഗൗരവതരമായിട്ടുള്ളത്. അത് ചെറിയ കാര്യമല്ല. അതിനുണ്ടായ സാഹചര്യം ഈ വിഷയം ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇന്നലെ മുതൽ തന്നെ കേരളത്തിൽ നിന്നുള്ള എംപിമാർ വളരെ ആഞ്ഞടിച്ചുകൊണ്ട് രംഗത്ത് വരുന്ന സാഹചര്യമുണ്ടായിരുന്നു. ജോസ് കെ മാണി ഉൾപ്പെടെയുള്ളവർ വൈകാരികമായി ഇതിനോട് സംസാരിക്കുകയും ഈ വിഷയം അഡ്രസ്സ് ചെയ്യണമെന്ന് പറയുകയും ചെയ്തു. സ്വാഭാവികമായും അങ്ങനെ ഈ വിഷയം പാർലമെൻറ്റിൽ ചർച്ചയാകുന്നു. ആഭ്യന്തരമന്ത്രി വിശദീകരിക്കുകയും ചെയ്യേണ്ടി വരുന്നു. അങ്ങനെയുള്ള ഒരു കാര്യത്തിലാണ് അമിത്ഷാ വ്യക്തമാക്കിയത്. കേരളത്തിന് 23-ന് തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. NDRF സംഘത്തെ അയക്കുകയും ചെയ്തിരുന്നു. മുന്നറിയിപ്പ് നൽകിയിട്ടും എന്തുകൊണ്ട് കേന്ദ്രം നടപടിയെടുത്തില്ല എന്നുള്ളതാണ് അദ്ദേഹം ചോദിച്ചത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ മറുപടി പറയുന്നുണ്ട്. ഈ ഒരു പ്രദേശത്തേക്ക്, അതായത് വയനാട്ടിലേക്ക് ഓറഞ്ച് അലർട്ട് മാത്രമായിരുന്നു ഈ ദിവസം ഉണ്ടായിരുന്നത്. റെഡ് അലർട്ട് ഉണ്ടെങ്കിലാണ് നടപടി എടുക്കേണ്ടിയിരുന്നത്. മാത്രവുമല്ല, ഈ മുന്നറിയിപ്പുള്ള സ്ഥലം മുണ്ടക്കൈ ഉൾപ്പെടെയുള്ള സ്ഥലത്തിന് താഴെയുള്ള പ്രദേശത്താണ് ഈ വലിയ ദുരന്തമുണ്ടായത്. മുണ്ടക്കൈയിലുണ്ടായി എന്നുള്ളത് അദ്ദേഹത്തെ അങ്ങനെ പറയുന്നില്ല. അതിനപ്പുറത്തേക്ക് ചൂരൽമല ഉൾപ്പെടെയുള്ള പ്രദേശം അങ്ങനൊരു പ്രദേശമല്ലായിരുന്നു. പ്രതീക്ഷിച്ചതിൻ്റെ പല ഇരട്ടി മടങ്ങ് മഴ പെയ്യുകയും ചെയ്തു എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. എന്തായാലും അമിത്ഷാ പറഞ്ഞതാണോ ശരി, അതോ പിണറായി വിജയൻ പറഞ്ഞതാണോ ശരി എന്നുള്ളൊരു കൺഫ്യൂഷൻ നിങ്ങൾക്കുണ്ടാകും. അതിന് രണ്ട് റിപ്പോർട്ടുകൾ ഏഷ്യാനെറ്റ് ന്യൂസും മനോരമ ന്യൂസും അതിൻ്റെ റിപ്പോർട്ടർമാർ ഈ മുണ്ടക്കൈയിൽ നിന്ന് നൽകിയ രണ്ട് റിപ്പോർട്ടുകൾ നിങ്ങളൊന്ന് കണ്ടാൽ നിങ്ങൾക്കിതിൽ കൃത്യമായ വ്യക്തത വരും. ആദ്യം നിങ്ങൾ ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ റിപ്പോർട്ട് കാണുക. വയനാട് മുണ്ടക്കൈ മേഖലയിൽ മണ്ണിടിച്ചിലുണ്ടായി. പ്രദേശത്ത് നിന്ന് ആളുകളെ മാറ്റിപ്പാർപ്പിച്ചു. വയനാട് ബാണാസുരസാഗർ അണക്കെട്ടിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. റോബിൻ മാത്യു മറ്റത്തിൽ തയ്യാറാക്കിയ റിപ്പോർട്ട്. വയനാട്ടിൽ അതിശക്തമായ മഴയാണ് ഇന്നലെ രാത്രിയും ഇന്നലെ പകലുമെല്ലാമായി കണ്ടത്. ഇന്നിപ്പോൾ മഴയുടെ ശക്തി വീണ്ടും വർദ്ധിച്ചിട്ടുണ്ട്. യെല്ലോ അലർട്ട് ഓറഞ്ച് അലർട്ടായി മാറ്റിയിരിക്കുന്നു. ഞാൻ നിൽക്കുന്നത് മുണ്ടക്കൈ സ്ഥലത്താണ്. എനിക്ക് പിന്നിൽ കാണുന്ന ഈ പുഴയുടെ രൗദ്രഭാവം തന്നെ എത്രത്തോളം കനത്ത മഴ വയനാട്ടിൽ പെയ്യുന്നു എന്നതിന് തെളിവാണ്. ഞങ്ങൾ നിന്ന സമയത്തിനുള്ളിൽ തന്നെ ഒരു 10 മിനിറ്റിനുള്ളിൽ തന്നെ കാര്യമായി തന്നെ വെള്ളം ഉയർന്നിട്ടുണ്ട്. ഇന്ന് രാവിലെ ഈ പാലത്തിന് മുകളിലൂടെ വെള്ളം ഒഴുകിയിരുന്നതാണ്. രാവിലെ കുറച്ചൊന്നും സമയത്തേക്ക് മഴ കുറഞ്ഞപ്പോൾ വെള്ളം താഴ്ന്നു പോയി. പക്ഷേ വീണ്ടും മഴ ശക്തി പ്രാപിക്കുമ്പോൾ ഇതിൻ്റെ ഒഴുക്ക് കൂടുകയാണ്. കലങ്ങി മറിഞ്ഞ് മുകളിൽ നിന്ന് മലയിൽ നിന്ന് വെള്ളം വരുന്നു. ഈ മലയ്ക്ക് മുകളിലാണ് നേരത്തെ ഒരു ചെറിയ മണ്ണിടിച്ചിൽ രാവിലെ ഉണ്ടായിരിക്കുന്നത്. കാര്യമായ മണ്ണിടിച്ചിലല്ല, ജലവാസ മേഖലയിൽ ഉള്ള സ്ഥലമല്ല ഈ മണ്ണിടിച്ചിൽ ഉണ്ടായത് എന്നതാണ് പറയുന്നത്. കുറേ കുടുംബങ്ങൾ ഇവിടുന്ന് മാറ്റി താമസിപ്പിച്ചിട്ടുണ്ട്. പഞ്ചായത്തും മേപ്പാടി കോട്ടപ്പടി വില്ലേജും വെള്ളരിമല വില്ലേജൊക്കെ ഇടപെട്ടുകൊണ്ട് ഭീഷണിയായ കുറേ കുടുംബങ്ങളെ വെള്ളാർമല സ്കൂളിലേക്ക് മാറ്റി താമസിച്ചു. ഇതോടൊപ്പം ബാണാസുരസാഗർ അണക്കെട്ടിൽ ഇന്ന് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. 773 മീറ്റർ ആയിട്ടുണ്ട് അവിടുത്തെ ജലനിരപ്പ്. അത് 773.50 എത്തുമ്പോൾ വെള്ളം തുറന്നുവിടാൻ ആരംഭിക്കും. ഒരു ഷട്ടർ അരടിയോളം ഉയർത്തിയായിരിക്കും അവിടെ നിന്ന് വെള്ളം തുറന്നുവിടുക. ഇനി എന്തായാലും ഇന്നത്തെ സാഹചര്യത്തിൽ രാത്രി അത്രയും വെള്ളം വന്നാൽ പോലും നാളെ രാവിലെ ആയിരിക്കും വെള്ളം തുറന്നുവിടാൻ ആരംഭിക്കുക എന്നതാണ് കളക്ടറും അതുപോലെ തന്നെ KSEBയും അറിയിച്ചിരിക്കുന്നത്. അതായത് ദുരന്തമുണ്ടായത് 30-ന് അർദ്ധരാത്രിയാണ്. ഇത് 29-ന് സംപ്രേഷണം ചെയ്ത വാർത്തയാണ്. അതായത് 29-ൻ്റെ അവിടുത്തെ സാഹചര്യമാണ്. അതിതീവ്ര മഴ പെയ്യുകയാണ്. അവിടെ മണ്ണിടിച്ചിലുണ്ടായിട്ടുണ്ട്. കുറച്ച് കുടുംബങ്ങളെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. ബാണാസുരസാഗർ അണക്കെട്ട്, അതായത് വയനാട് ജില്ലയിൽ തന്നെ ഉള്ളതാണ്. അവിടെ റെഡ് അലർട്ടും ആണ് എന്ന് കൃത്യമായി പറയുകയാണ്. അതായത് അവിടുത്തെ ഒരു ഗുരുതര സാഹചര്യം കേരളത്തിലെ നമ്പർ 1 നിൽക്കുന്ന മാധ്യമം തന്നെ അവിടെ പോയി റിപ്പോർട്ട് ചെയ്യുന്നു. ഇനി മനോരമ ന്യൂസിൻ്റെ റിപ്പോർട്ട് കാണുക. വയനാട് മേപ്പാടി മുണ്ടക്കൈയിൽ അതിതീവ്ര മഴ ഇപ്പോഴും തുടരുകയാണ്. മുണ്ടക്കൈ പുഴ കര കവിഞ്ഞതോടെ നിരവധി വീടുകളിൽ വെള്ളം കയറി. വെള്ളരിമല, ചൂരൽമല, കശ്മീർ ദ്വീപ് എന്നിവിടങ്ങളിൽ നിന്ന് ആളുകളെ മാറ്റിപ്പാർപ്പിച്ചു. മുണ്ടക്കൈയിൽ നിന്ന് ഷഫി ഹളയോടത്ത് തയ്യാറാക്കിയ റിപ്പോർട്ട്. വയനാട് മേപ്പാടി മുണ്ടക്കൈയിൽ അതിശക്തമായിട്ടുള്ള മഴ ഇപ്പോഴും തുടരുകയാണ്. മുണ്ടക്കൈ പുഴയാണ് എനിക്ക് പിന്നിൽ കാണുന്നത്. ഈ വനത്തിനുള്ളിൽ നേരിയ തോതിലെങ്കിലും മണ്ണിടിച്ചിലുണ്ടായതിന്റെ പ്രതിഫലനമാണ് ഈ കാണുന്നത്. വനത്തിൽ നിന്ന് അതിശക്തമായി ഈ വെള്ളം കുത്തൊഴുകി വരുന്നു. ഈ വെള്ളം നേരെ പോകുന്നത് ചൂരൽമലയും അതോടൊപ്പം പുത്തുമലയൊക്കെ കടന്നിട്ടാണ്. ആ മേഖലയിലൊക്കെ
നിരവധി വീടുകളിലേക്ക് വെള്ളം കയറിയിട്ടുണ്ട്. അവിടെയൊക്കെ ആളുകളെ മാറ്റിപ്പാർപ്പിക്കുന്ന അടക്കമുള്ള നടപടികൾ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. ഈ പുഴയുടെ ഇരുവശമുള്ള ആളുകളോട് അതീവ ജാഗ്രത പാലിക്കാനാണ് ജില്ലാ ഭരണകൂടം നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഓരോ സമയവും പുഴയുടെ മുഖം വലിയ രൗദ്രഭാവത്തിലേക്ക് മാറുന്ന കാഴ്ചയാണ് ഇവിടെ കാണുന്നത്. കുത്തൊഴുകി വരുന്ന വെള്ളത്തോടൊപ്പം വലിയ രീതിയിൽ പാറക്കല്ലുകളും അതോടൊപ്പം മരങ്ങളും ഒലിച്ചു വരുന്നുണ്ട്. അതൊക്കെ സമാനമായ രീതിയിൽ ജനവാസ മേഖലയിലേക്കാണ് പതിക്കുന്നത്. അവിടെയൊക്കെ ആളുകളെ മാറ്റിപ്പാർപ്പിക്കുന്ന നടപടികളാണ് ഇപ്പോഴും പുരോഗമിക്കുന്നത്. ഈ മേഖലയിൽ ഈ മുണ്ടക്കയോട് ചേർന്നിട്ടുള്ള കള്ളാടി മേഖലയിലൊക്കെ 24 മണിക്കൂറിനിടെ 200 mm മഴയാണ് പെയ്തത്. അതിതീവ്ര മഴ എന്ന് തന്നെ പറയേണ്ടി വരും. അത്ര വലിയ തീവ്ര മഴയാണ് ഈ മേഖലയിൽ ആകെ പെയ്തത്. വരും മണിക്കൂറുകളിലും അത് ശക്തമായി തന്നെ തുടരും എന്നുള്ള ഒരു പ്രവചനമാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു മുന്നറിയിപ്പാണ് ജില്ലാ ഭരണകൂടം അതോടൊപ്പം കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിലൊക്കെ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ പുഴയുടെ ഇരുവശമുള്ള ആളുകളോട് ഇവിടെ നിന്ന് മാറി താമസിക്കാനൊക്കെ ഇപ്പോൾ ജില്ലാ ഏഷ്യാനെറ്റ് ന്യൂസിന് സമാനമായ റിപ്പോർട്ട് തന്നെയാണ് മനോരമയും നൽകുന്നത്. മനോരമ നൽകുന്നതിൽ പ്രധാനപ്പെട്ടത് മുഖ്യമന്ത്രി ഈ 30-ന്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, പക്ഷേ 29-ന് തന്നെ അദ്ദേഹം പറയുന്നുണ്ട്, അതായത് ഈ റിപ്പോർട്ടർ പറയുന്നുണ്ട്, അവിടെ 200 മില്ലിമീറ്റർ മഴ പെയ്ത സാഹചര്യം അടക്കം ചൂണ്ടിക്കാട്ടുകയാണ് റിപ്പോർട്ടർ. ജില്ലാ ഭരണകൂടം നൽകിയ അറിയിപ്പുകൾ പുഴയുടെ തീരത്തുള്ളവർ മാറി താമസിപ്പിക്കണമെന്ന് പറയും. നേരത്തെ ഏഷ്യാനെറ്റിൽ പറഞ്ഞ പോലെ കുറച്ച് കുടുംബങ്ങളെയൊക്കെ മാറ്റി താമസിപ്പിച്ചിട്ടുണ്ട്. ചൂരൽമല അടക്കമുള്ള പ്രദേശത്തെ അപകടകരമായ സാഹചര്യത്തെക്കുറിച്ച് മനോരമ റിപ്പോർട്ട് ചെയ്യുകയാണ്. അതായത് 2 പൊതുമാധ്യമങ്ങൾ, നമ്മൾ മാധ്യമങ്ങളെ കുറേ കുറ്റപ്പെടുത്തുമ്പോൾ 2 പൊതുമാധ്യമങ്ങൾ വളരെ ഗൗരവത്തോടുകൂടി ആ പ്രദേശത്ത് പോയി. മുണ്ടക്കൈയിലാണ് ഈ ദുരന്തമുണ്ടായത്, ചൂരൽമലയിലും ഉണ്ടായി. ഈ ചൂരൽമല അടക്കമുള്ള പ്രദേശങ്ങളെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്യുകയാണ്. അതായത് ജില്ലാ ഭരണകൂടത്തിൻ്റെ അറിയിപ്പിനെ കുറിച്ചാണ്. അതായത് ജില്ലാ ഭരണകൂടത്തിന് അങ്ങനെ ഒരു ബോധമുണ്ടായിരുന്നു, അവിടെ നിന്ന് ആളുകളെ മാറ്റി പാർപ്പിക്കാനുള്ള നടപടികൾ പുരോഗമിക്കുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ അവിടെ നിന്ന് മുഴുവൻ ആളുകളെയും മാറ്റി പാർപ്പിച്ചിരുന്നില്ല. അതാണ് ഇത്രയധികം മനുഷ്യരുടെ ദുരന്തത്തിലേക്ക് കാര്യങ്ങൾ പോയത് എന്നുള്ളതാണ്. അതായത് ഈ കാര്യങ്ങൾ അറിയിപ്പുകൾ നൽകി എന്നുള്ളതിനപ്പുറത്തേക്ക് വേറൊന്നും സംഭവിച്ചിട്ടില്ല. കൃത്യമായ ഇടപെടൽ ആ ഭരണകൂടങ്ങളുടെ ഭാഗത്ത് നിന്ന് പ്രാദേശികമായി ഉണ്ടായിട്ടില്ല എന്ന് കൃത്യമായി സ്ഥിരീകരിക്കാൻ കഴിയും. നമുക്കൊരു കാര്യം ഉറപ്പിച്ചു പറയാം, ഒരുപക്ഷെ കേന്ദ്ര സർക്കാരിനേക്കാൾ കൂടുതൽ ഈ പ്രദേശങ്ങളുടെ സാഹചര്യങ്ങൾ, ഇപ്പോൾ മുണ്ടക്കൈ ഉൾപ്പെടെയുള്ള മേഖലകളിൽ മനുഷ്യൻ താമസിക്കാൻ തന്നെ പാടില്ലായിരുന്നു എന്നതാണ് ഫലത്തിൽ കേരളത്തിൻ്റെ മുന്നിലുള്ള റിപ്പോർട്ട്. അത് ഇന്നലെ ആദ്യ ദിവസത്തെ വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പറയുന്നുണ്ട്. പക്ഷേ അവിടെ മാത്രമല്ല ദുരന്തമുണ്ടായത്, താഴെയും ദുരന്തമുണ്ടായി എന്ന് അദ്ദേഹം ന്യായീകരിക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ പശ്ചിമഘട്ടം എത്ര ദുർബലമാണ് എന്നുള്ളത് 2013 തന്നെ മാധവ് ഗാഡ്ഗിൽ പറഞ്ഞു. ഇന്ന് ആ റിപ്പോർട്ടിനെ കുറിച്ച് ഒരക്ഷരം മിണ്ടരുത്, അത് ചർച്ച ചെയ്യേണ്ട സമയമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇടത് സൈബർ സഖാക്കൾ അത് സംസാരിക്കുന്ന മനുഷ്യരെ ആകെ ആക്രമിക്കുകയും അവരെന്തോ തെറ്റ് ചെയ്യുന്നു എന്ന പ്രതീതി ഉണ്ടാക്കുകയും ചെയ്യുന്നൊരു സമയമാണുള്ളത്. യഥാർത്ഥത്തിൽ 200 mm മഴ പെയ്തൊരു സ്ഥലമായിരുന്നു തലേദിവസം തന്നെയെങ്കിൽ എന്തുകൊണ്ടാണ് സംസ്ഥാനം അവിടെ തുടർ നടപടികൾ സ്വീകരിക്കാതിരുന്നത്? ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്ത് നിന്ന് എന്ത് നടപടിയാണ് ഉണ്ടായിട്ടുള്ളത്? ഉത്തരം പറയേണ്ട ചോദ്യമാണ്. കേവലം തലേ ദിവസം തന്നെ അവിടെ ഓറഞ്ച് അലർട്ടായിരുന്നു എന്ന് പറയുമ്പോൾ അവിടെ എത്ര മഴ പെയ്തു എന്ന സാഹചര്യം അടക്കം ആ റിപ്പോർട്ടർമാർ ആ സ്പോട്ടിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഇതിനപ്പുറത്തേക്ക് എന്ത് ഫിഗറാണ് ചെയ്യുന്നത്? ഈ റിപ്പോർട്ടർമാർ ഈ റിപ്പോർട്ട് ചെയ്യുന്നത് ജില്ലാ ഭരണകൂടത്തിൽ നിന്ന് ലഭിക്കുന്ന കൃത്യമായ വിവരങ്ങൾ അനുസരിച്ചാണ്. അപ്പോൾ ജില്ലാ ഭരണകൂടത്തിൻ്റെ കയ്യിൽ കൃത്യമായ വിവരങ്ങൾ ഉണ്ടായിരുന്നു, അവർ നടപടികൾ തുടങ്ങിയിരുന്നു. പക്ഷേ പുത്തുമലയിലും കവളപ്പാറയിലും കൂട്ടിക്കലും ഒക്കെ ദുരന്തമുണ്ടായ ശേഷവും കേരളം പഠിക്കുന്നില്ല. നിങ്ങൾ പറയുക, ആരാണ് തെറ്റ് ചെയ്തത്?